ഹായ്. നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന മഞ്ഞൾ, ഇതിൻ്റെ പച്ച മഞ്ഞളാണ് ഇത്. നമ്മൾ മഞ്ഞൾ കറിയിലും മറ്റെന്ത് പാചകം ചെയ്യുമ്പോഴും ഉപയോഗിക്കും. പണ്ട് കാലം മുതലേ മഞ്ഞൾ നമ്മൾ കറികളിലും പാചകം ചെയ്യുമ്പോഴെല്ലാം ഉപയോഗിച്ചിരുന്നു. നമ്മൾ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ ഉപയോഗിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ അതുമാത്രമല്ല, നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇത്. എല്ലാ വയറിനും ശരീരത്തിനെല്ലാം നല്ല ഔഷധ ഗുണമായിട്ടുള്ള ഒന്നാണ് ഇത്. കൂടാതെ നല്ല ഒരു മണം, മഞ്ഞളിൻ്റേതായൊരു മണം, മഞ്ഞളിൻ്റേതായൊരു നിറം, മഞ്ഞളിൻ്റേതായൊരു രുചി, അങ്ങനെ എല്ലാം തികഞ്ഞു വന്ന നിറവും മണവും രുചിയും എല്ലാം ഉള്ള ഒന്ന മഞ്ഞൾ. പിന്നെ പണ്ട് കാലത്തെല്ലാം മഞ്ഞൾ വീടുകളിൽ കൃഷി ചെയ്തിരുന്നുണ്ട്. ഈ മഞ്ഞളിൻ്റെ മഞ്ഞൾ മുള പൊട്ടിയിരിക്കുന്നുണ്ടോ, ഇങ്ങനെ പിന്നെ കൃഷി ചെയ്തിട്ട് ഈ വേനൽക്കാലമാകുമ്പം ഇവർക്ക് അറിയാം മഞ്ഞളിൻ്റെ മേലെ തിരയെല്ലാം ഉണങ്ങിയിട്ടുണ്ടാകും. ആ സമയത്ത് മഞ്ഞൾ കിളക്കുമെന്ന് പറയും. കിളച്ചിട്ട് അതിൻ്റെ വിത്തെല്ലാം പുറത്തെടുക്കും. ഈ വിത്താണ് ഇത്. എന്നിട്ട് കുറേ വിത്ത് അവർ മഴക്കാലം വരുമ്പോൾ നടാൻ സൂക്ഷിക്കും. ബാക്കി എല്ലാ വിത്തും നല്ലതുപോലെ പുഴുങ്ങി ഉണക്കിയിട്ട് സൂക്ഷിക്കും. എന്നിട്ട് കുറേ സൂക്ഷിച്ച ശേഷം ബാക്കിയുള്ളത് കടകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. പച്ചമഞ്ഞളും വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ പുഴുങ്ങി ഉണക്കിയിട്ടുള്ള മഞ്ഞളും കടകളിൽ വിൽക്കും. പിന്നെ ഈ പച്ചമഞ്ഞൾ ഒരു ഔഷധ വീര്യമുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കടിക്കോ പ്രാണികൾ കടിക്കോ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഈ പച്ചമഞ്ഞൾ ആ ഭാഗത്ത് പുരട്ടിയാൽ മതി. ഇതില്ല, ഞാൻ മഞ്ഞൾ ഇതിൻ്റെ തൊലി നീക്കിയ ഭാഗമാണ് മഞ്ഞ കളറായിട്ട് കാണുന്നത്. ഈ പുഴുങ്ങി ഉണക്കിയ മഞ്ഞളാണ് ഇത്. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇപ്പം നമ്മളെ നാട്ടിലല്ല. അപ്പോൾ അത് വാങ്ങി നല്ലപോലെ വെയിലത്ത് വെച്ച് ഞാൻ ഒന്നുകൂടി ഉണക്കും. എന്നിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കും. എന്നിട്ട് ഭരണിയിലിട്ടിട്ട് നല്ല ഉണക്കിയ ഭരണിയിലിട്ടിട്ട് സൂക്ഷിച്ചാൽ ഒരുപാട് കാലം ഈ മഞ്ഞപ്പൊടി ഉപയോഗിക്കാം. നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞപ്പൊടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മഞ്ഞൾ നമ്മൾ ഇന്ന് കടകളിൽ മഞ്ഞപ്പൊടിയും വാങ്ങാൻ കിട്ടും. ഈ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളെല്ലാം വാങ്ങിയാൽ ഈ മഞ്ഞളും ഉപ്പും കൂടി ഇടും വെള്ളത്തിൽ. എന്നിട്ട് ആ വെള്ളത്തിൽ ഈ പഴവർഗ്ഗങ്ങളും കടയിൽ നിന്ന് വാങ്ങുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളെല്ലാം ഇട്ട് വെച്ചാൽ കുറേ സമയം 1-2 മണിക്കൂർ ഇട്ട് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന കീടനാശിനികളെല്ലാം നശിക്കുന്ന പറയുന്ന അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഔഷധ ഈ പിന്നെ വിഷം നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് മഞ്ഞളിൻ്റെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂന സൗരഭിൻ സ്നേഹം. നന്ദി, നമസ്കാരം.